ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവത്തിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ശ്രദ്ധ വെച്ച് കേൾക്കാം. അത് നമ്മുടെ ഹൃദയത്തിൽ പതിയുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തെയും കാതിനെയും ഒരുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ദിവസത്തിൻ്റെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്നത്തെ വചന ശുശ്രൂഷയിൽ അടിയങ്ങളായിരിക്കുകയാണ്. അവിടുന്ന് ഇന്ന് അടിയങ്ങളോട് സംസാരിക്കണമേ. വചനം സംസാരിക്കുന്ന അടിയനോടും അത് കേൾക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് ഇടപെട്ട് സംസാരിക്കണമേ. ആവശ്യമാകുന്ന ദൈവിക ആലോചന അടിയങ്ങൾക്ക് നൽകണമേ. ഞങ്ങളത് ഏറ്റെടുത്ത് തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി അങ്ങക്ക് മഹത്വം കരട്ടാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാം. നമുക്കൊരുമിച്ച് പഠിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദ ഔട്ട് പോറിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനായിട്ട് ഒരു സ്ത്രീയുടെ കഥ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കഥയിലേക്ക്, വേദപുസ്തകത്തിലെ ഒരു സ്ത്രീയുടെ കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അനുഭവം അല്ലെങ്കിൽ ഈ ചരിത്രം, ഈ കഥ കാണുന്നത് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ്. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആ വാക്യം ഒന്നുകൂടി വായിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേദപുസ്തകത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്. സഭ അഥവാ കർത്താവിൻ്റെ മണവാട്ടി. അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ആ സ്ത്രീ ഏതാണ്? സഭയാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14 മുതൽ 18 വരെ ഉള്ള വേദഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14 മുതൽ 18 വരെ. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടൊപ്പം നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നത് അവസാന സഭയായ, ഈ 7 സഭയിലെ അവസാനത്തെ സഭയായ ലവോദിക്ക സഭയെക്കുറിച്ചാണ്. എന്താണ് ആ സഭയെക്കുറിച്ച് പറയുന്നത്? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നടക്കുകയാണ്. നീ നിന്നിൽ തന്നെ അഭിമാനം കൊണ്ടുപോവുകയാണ്. എന്താണ് നിന്നെക്കുറിച്ച് നീ പറയുന്നത്? നീ സമ്പന്നൻ, നിനക്കൊന്നിനും ഒരു മുട്ടുമില്ല എന്ന് നീ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിൻ്റെ അവസ്ഥ എന്താണ്? നിൻ്റെ കണ്ടീഷൻ എന്താണ്? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദി ചർച്ച്? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദി ലവോദിഷ്യൻ ചർച്ച്? അവസാനത്തെ സഭയായ ശേഷിപ്പ് സഭയുടെ, ദ റെമനൻ്റ് സഭയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അരിഷ്ടൻ, നീ നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ,
കുരുടൻ, നഗ്നൻ. ഇതാണ് അവസ്ഥ. എന്നാൽ നീ എന്താ പറയുന്നത്? ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല. യഥാർത്ഥമായ അവസ്ഥ ദൈവം പറയുകയാണ്, യു ആർ പുവർ, യു ആർ റച്ചഡ്, യു ആർ ബ്ലൈൻഡ് ആൻഡ് നേക്കഡ്. നീ അരിഷ്ടനും നിർഭാഗ്യവനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നാണെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നോക്കണം. അപ്പോൾ സഭയുടെ അവസ്ഥ എന്താണ്? സഭയുടെ അവസ്ഥ ദാരിദ്ര്യത്തിലാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ്, അരിഷ്ടനാണ്, നിർഭാഗ്യനാണ്. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 12 വാക്യം, 14 അധ്യായത്തിൻ്റെ 12 വാക്യം നമുക്കറിയാം. 3 ദൂതന്മാരുടെ ദൂതിൻ്റെ അവസാനിക്കുന്നത് 12 വാക്യത്തിലാണ്. അത് നമുക്ക് വളരെ സുപരിചിതമാണ്. എന്താണ് ആ വാക്യം? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 14 അധ്യായം 12 വാക്യം പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ, ഒരു വാക്യം കഴിഞ്ഞിട്ട് 13 കഴിഞ്ഞിട്ട് നമ്മൾ 14 വാക്യം വായിക്കാൽ അവിടെ പറയുന്നത്, പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. ഓക്കെ, അടുത്ത വാക്യം, മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. നോക്കണം പ്രിയമുള്ളവരെ, നമ്മൾ അല്പം മുമ്പ് കണ്ടത് ലവോദിക്ക സഭയുടെ അവസ്ഥയാണ്. ആ അവസ്ഥ എന്തെന്നാണ് പറഞ്ഞത്? ആ സഭ എങ്ങനെയിരിക്കുന്നു? ദരിദ്രനാണ്, അരിഷ്ടനാണ്, നിർഭാഗ്യവാനാണ്, നഗ്നനാണ്, കുരുടനാണ്. പക്ഷേ കൊയ്ത്തിൻ്റെ സമയത്ത് കർത്താവ് യേശുക്രിസ്തു, കൊയ്ത്തെന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവാണ്. ആ 2ാമത്തെ വരവിൻ്റെ സമയത്ത് അത് എങ്ങനെ ഇരിക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ടത്? അത് വിളഞ്ഞിരിക്കുന്നു, വിളഞ്ഞ് നല്ല ഫലം കായ്ച്ചിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന്, നിർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ സഭയ്ക്ക് മാറാൻ കഴിഞ്ഞത്? ഈ നിർഭാഗ്യമായ, ഈ അരിഷ്ടമായ അവസ്ഥയിൽ നിന്ന് വളരെ സമ്പന്നമായ അവസ്ഥയിലേക്ക്, ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് മാറാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? നമുക്ക് നോക്കാം. എഫേസ്യർ ലേഖനം 5 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർ ലേഖനം 5 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യം. എന്താണ് അവിടെ കാണുന്നത്? ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നോക്കണം പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം കണ്ടു സഭയുടെ അവസ്ഥ എന്താണ്? സഭയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ സഭയെ നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. നമ്മൾ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരാണ്. 3 ദൂതന്മാരുടെ ദൂത്, വേറെ ആർക്കുമില്ലാത്ത ദൂത് നമുക്ക് മാത്രം കിട്ടിയതാണ്. നമ്മളെക്കുറിച്ച് ദൈവം എരിവോടെ പറയുന്നു, നമ്മളൊരു പ്രത്യേക ജനമാണ്. വി ആർ എ സ്പെഷ്യൽ പീപ്പിൾ, എ പെക്യൂലിയർ പീപ്പിൾ, എ ചോസൺ ജനറേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ്? വേദപുസ്തകം വളരെ സത്യമായി നമ്മോട് പറയുകയാണ്, ഈ ശേഷിപ്പ് സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതെന്താണ്? ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണാവസ്ഥയിലായിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? എല്ലാം എനിക്കുണ്ട്, ഞാൻ ധനികനാണ്, ഞാൻ സമ്പന്നനാണ്. എന്നാൽ അത് വെറും കാപട്യമല്ലേ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയുന്നില്ല. അതാണ് നിൻ്റെ കുഴപ്പം. യഥാർത്ഥ അവസ്ഥ നീ തിരിച്ചറിയുന്നില്ല. ആ അവസ്ഥ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? നീ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്നാൽ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ഈ സഭ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടത്. നമ്മൾ വായിച്ച എഫേസ്യ ലേഖനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ആ സഭയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കണ്ടത് എങ്ങനെയാണത്? അതിപ്പോൾ കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ഈ സഭയുടെ അവസ്ഥ മാറും. ഈ അവസ്ഥയിൽ സഭ തുടരാൻ പോകുന്നില്ല.
സഭയുടെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നും കറയും ചുളുക്കവും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് മാറാൻ പോവുകയാണ്. ഒരു വിശുദ്ധമായ സഭയായി മാറാൻ പോവുകയാണ്. നിഷ്കളങ്കമായ സഭയായി മാറാൻ പോവുകയാണ്. എങ്ങനെയാണ് ആ നിഷ്കളങ്കമായി തേജസ്സോടെ ആ സഭ മാറാൻ പോകുന്നത്? എങ്ങനെ മാറും പ്രിയമുള്ളവരെ? കൃത്യമായും അതിനൊരു നിർദ്ദേശമുണ്ട്, അതിനൊരു ഉപാധിയുണ്ട്. ദൈവം തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിനക്ക് കാഴ്ച ലഭിപ്പാൻ എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് ലേപം, കണ്ണിലെഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നത്, യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നത്, സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ എങ്ങനെ ഇരിക്കണം? ദീർഘക്ഷമയോടെ ഇരിക്കണം. എന്നിട്ട് എന്താണ് നമ്മളെ ഉപദേശിക്കുന്നത്? കൃഷിക്കാരൻ്റെ ഒരു ഉപമ, ഒരു കൃഷിക്കാരൻ്റെ ഉപദേശം നമുക്ക് നൽകുകയാണ്. ഒരു കൃഷിക്കാരനുമായി നമ്മളെ തുല്യം ചെയ്യുകയാണ്, താരതമ്യപ്പെടുത്തുകയാണ്. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നമ്മളോട് പറയുകയാണ്, എന്താണ്? കൃഷിക്കാരൻ ദീർഘക്ഷമയോടെ ഇരിക്കുന്നില്ലയോ? എങ്ങനെ? എന്തിനു വേണ്ടി? 2 മഴയ്ക്ക് വേണ്ടി, മുൻമഴയ്ക്കും പിന്മഴയ്ക്കും വേണ്ടി. മുൻമഴ പെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നത്, കൃഷി ഇറക്കുന്നത്. അങ്ങനെ കൃഷി ഇറക്കി, നമുക്കിപ്പോൾ ഒരു മുൻമഴ കിട്ടി. നമ്മൾ ആ മുൻമഴയുടെ വെളിച്ചത്തിൽ, അതിൻ്റെ ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? സുവിശേഷം എല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ സത്യം അറിഞ്ഞ് ആ സത്യസഭയിലേക്ക് വന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്, വളരെ പരിതാപകരമാണ്. ഈ സഭയെ ഇങ്ങനെ തുടർന്ന് പോയാൽ, ഈ സഭ അവസാനം വരെ ഇങ്ങനെ നിന്നാൽ, കർത്താവ് കൊയ്ത്തിന് വരുമ്പോൾ, കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ അരിവാളുമായി കൊയ്തെടുക്കാൻ വരുമ്പോൾ, നല്ല വിളഞ്ഞു നിൽക്കാത്തതിനെ ഒന്നും കൊയ്തെടുക്കാൻ കഴിയത്തില്ല, ബാക്കിയുള്ളതിനെയൊക്കെ നശിപ്പിക്കേണ്ടി വരും പ്രിയമുള്ളവരെ. എന്നാൽ ദൈവം സഭയെ അങ്ങനെ കളയുവാൻ, അങ്ങനെ അരിഷ്ടാവസ്ഥയിൽ ഇട്ടേച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ സഭയെ തേജസ്സോടെ നിർത്തുവാൻ തക്കവണ്ണം തന്നെത്താനെ ഏൽപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു? കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ തരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ശക്തി പ്രാപിക്കും. നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരും. നിങ്ങളുടെ ജീർണ അവസ്ഥ മാറും. നിങ്ങളുടെ ദരിദ്രത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറും. നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ഭാഗ്യവാന്മാരായി മാറും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? നിർഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് കൃഷിക്കാരൻ്റെ ഉപമ നമ്മോട് പറയുകയാണ്. കൃഷിക്കാരൻ എന്തു ചെയ്യുന്നു? ആദ്യത്തെ മഴ ലഭിക്കുമ്പോൾ കൃഷി ഇറക്കും. എന്നിട്ട് ആ കൃഷിയെ പരിപാലിച്ച് അതിനാവശ്യമായ വളവും അതിൻ്റെ കളയെടുപ്പും ഒക്കെ നടത്തി അതിനെ പരിപാലിച്ച് കൊണ്ടുപോകും. എന്നിട്ട് അതിൻ്റെ ഫലം കായ്ക്കുന്ന ഒരു സമയമുണ്ട്. അതിന് ഫലം കായ്ക്കുവാനും ആ ഫലം പൂർണ്ണ വിളവിലെത്തുവാനും അതിൻ്റെ പൂർണ്ണമായ വളർച്ച പ്രാപിക്കുവാൻ അതിനൊരു പിന്മഴ ആവശ്യമാണ്. ആ പിന്മഴയുടെ ലഭിച്ചാൽ മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ? ആ കൃഷിയുടെ ഫലം അത് പൂർണ്ണമായ ഫലം കൊടുക്കുകയുള്ളൂ. ആ പൂർണ്ണ ഫലം നൽകുവാൻ തക്കവണ്ണം കൃഷിക്കാരൻ കൃഷി ചെയ്തതിന് ശേഷം ആ പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അത് ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സത്യസഭയായ, ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയായ ലവോദിക്ക സഭയും എന്തു ചെയ്യണം? ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ദൈവം ആ പിന്മഴയെ നൽകും. ആ പിന്മഴ ലഭിച്ചു കഴിയുമ്പോൾ സഭയുടെ അവസ്ഥ മാറും. പിന്നെ ആ സഭയെക്കുറിച്ച് പറയുന്നത് എന്താണ്? കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാത്ത സഭ. കറയും ചുളുക്കവും ഒന്നുമില്ലാത്ത സഭ, ശുദ്ധയും നിഷ്കളങ്കയുമായ സഭ തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തപ്പെടുന്നു. ആ മണവാളൻ്റെ മുമ്പാകെ തേജസ്സോടെ നിൽക്കുന്ന മണവാട്ടിയായിട്ട് ആ സഭ രൂപാന്തരം പ്രാപിക്കുകയാണ്. ആ സഭ രൂപാന്തരം പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ എങ്ങനെ സാധിക്കുമത്? എങ്ങനെയാണത് പ്രാപിക്കുന്നത്? അത് പിന്മഴയുടെ അനുഭവത്തിലാണ്. എന്താണ് ഈ പിന്മഴ? പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ വർഷമാണ്. ആദിയിൽ മുൻമഴ നൽകിയെങ്കിൽ ആ മുൻമഴയുടെ അനുഭവത്തിൽ ആ മുൻമഴ പ്രാപിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലന്മാർ ചെയ്തത് എന്താണ് പ്രിയമുള്ളവരെ? അവർ 10 ദിവസം, നമുക്കറിയാം ആ അനുഭവത്തെ നമ്മൾ പരിശോധിച്ചാൽ, കർത്താവിൻ്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും
യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം അവർ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവർക്ക് ധൈര്യമില്ലാതെ യഹൂദന്മാരും റോമൻ പടയാളികളും ഒക്കെ അവരെ ഒറ്റതിരിഞ്ഞും കൂട്ടമായിട്ടുമൊക്കെ ആക്രമിക്കാനും അവരുടെ സത്യത്തെ പ്രേരിപ്പിക്കുവാനും സത്യം നിഷേധിക്കുവാനും അവർ തെറ്റെന്തോ പ്രചരിപ്പിക്കുന്നു, ലജ്ജാകരമായത് അവരെന്തോ പ്രസ്താവിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുമ്പോൾ, അന്നത്തെ കാലത്ത് ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്നത് ലജ്ജാകരമായ നിന്ദ്യമായ കാര്യമായിരുന്നു. അങ്ങനെ അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഭാരപ്പെട്ട് ഭയന്ന് ഒരു മുറിയിൽ ഒളിച്ചിരുന്നു. അവിടെ ഒളിച്ചിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? വെറുതെ കിടന്ന് ഉറങ്ങുകയല്ല പ്രിയമുള്ളവരെ ചെയ്തത്. അവർ ഉദാസനമായി അവിടെ കിടക്കുകയല്ല ചെയ്തത്. മറിച്ച് അവരെന്ത് ചെയ്തു? അവർ തമ്മിൽ അവരുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. അവരുടെ അവസ്ഥയെ അവർ ദൈവത്തിന് മുമ്പാകെ അർപ്പിച്ചു. അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല, അവർ പാപികളാണ് എന്നെല്ലാവരും ഏറ്റുപറഞ്ഞപ്പോൾ ആ 10 ദിവസം അവരുടെ ജീവിതത്തിലെ വലിയ പോരാട്ടത്തിൻ്റെ ദിവസമായിരുന്നു. ദൈവം അവരെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് പോയതാണ്. ദൈവം അവരുടെ മേൽ വലിയ ശക്തി നൽകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. എന്നാൽ അവർക്കതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർ തന്നെ പരിശോധിക്കുകയാണ്, എന്തുകൊണ്ട് നമുക്കിത് കഴിയുന്നില്ല? എന്തുകൊണ്ട് ദൈവം പറഞ്ഞ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഭയം നമ്മളെ പുറമോട്ടടിക്കുന്നു? നമുക്കെന്തുകൊണ്ട് ധൈര്യത്തോടെ ഇറങ്ങി ദൈവം പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ ജീവിച്ചതല്ലേ? കർത്താവ് യേശുക്രിസ്തു നമ്മളെ മുമ്പാകെ എന്തെല്ലാം ചെയ്തു തന്ന അനുഭവം നമുക്കില്ലേ? രോഗികളെ സൗഖ്യമാക്കിയത് നമ്മൾ കണ്ടതല്ലേ? ഭൂതത്തെ വിടുവിച്ചത് നമ്മൾ കണ്ടതല്ലേ? നമുക്കെന്തുകൊണ്ട് അത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന ചിന്താഭാരം അവരെ ഭയങ്കരമായി ഭാരപ്പെടുത്തി. എന്നാൽ അവരതിൻ്റെ ഉത്തരം കണ്ടെത്തി. അവരുത്തരം കണ്ടെത്തിയത് എന്താണ്? അവരുടെ പാപമാണ് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കാത്തത്. അവരുടെ പാപം അവർ ഏറ്റുപറയാൻ തുടങ്ങി. ഈ 10 ദിവസം പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് മാളിക മുറിയിൽ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ആ പ്രാർത്ഥനയിൽ അവരെന്താണ് ചെയ്തത്? അവരുടെ പാപങ്ങളെ അവർ ഏറ്റുപറയുകയാണ് ചെയ്തത്. അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞതായ പത്രോസ് എന്ത് ചെയ്തു? അതീവ ദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറ്റബോധമുണ്ടായിട്ട്, പാപഭാരമുണ്ടായിട്ട്, ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ ആ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ അനുഭവം, അവർക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ശക്തി അവർക്ക് ലഭിച്ചു. അവർ ധൈര്യത്തോടെ യഹൂദന്മാരെ ഇന്നലെ വരെ അല്ലെങ്കിൽ അല്പമണിക്കൂറുകൾക്ക് മുമ്പ് വരെ പേടിച്ചിരുന്ന ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും വിളിച്ചു പറയുകയാണ് യഹൂദന്മാരുടെ മുഖത്ത് നോക്കി, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയുവാൻ ധൈര്യം ലഭിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ വർഷമാണ് പ്രിയമുള്ളവരെ. ആ മുൻമഴ അവർക്ക് ലഭിച്ചപ്പോൾ അവർ ശക്തിയോടെ അവരെ തന്നെ ശുദ്ധീകരിച്ച്, അവരെ തന്നെ ശക്തീകരിച്ച്, അവരുടെ പാപങ്ങൾ ക്ഷമിച്ച അവസ്ഥയിൽ അവർ ചൂടുപിടിച്ചവരായി ഉത്സാഹത്തോടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ട് അന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ആയിരക്കണക്കിന് പേർ, 3000 പേർ ഒരു ദിവസം തന്നെ സ്നാനപ്പെട്ടു. പിന്നെ നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദിനംതോറും ഈ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ദിനംതോറും ജനസഭയോട് ചേരുന്നതായ ഒരനുഭവത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് എങ്ങനെ സാധ്യമായി? ആ മുൻമഴയുടെ അനുഭവമാണ് പ്രിയമുള്ളവരെ. ആ മുൻമഴ അവരെ അങ്ങനെ ശക്തീകരിച്ചെങ്കിൽ ഇന്ന് ദൈവം നമ്മളെ നിസ്സാരമായി വിട്ടുകളയുന്ന ദൈവമല്ല. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചതാണെങ്കിൽ, ദൈവത്തിൻ്റെ ദാസീദാസന്മാരാണെങ്കിൽ, ദൈവം നമ്മളോട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ പിന്മഴയെ അയക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായും ആ പിന്മഴയെ അയക്കുക തന്നെ ചെയ്യും. ആ പിന്മഴ നമ്മൾ പ്രാപിച്ചെടുത്തിട്ട് അത് നമ്മൾ സഭയായി, വ്യക്തിപരമായും സഭയായും നമ്മളത് പ്രാപിക്കണം പ്രിയമുള്ളവരെ. വ്യക്തിപരമായും സഭയായും നമ്മൾ ആ പിന്മഴയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് കർത്താവ് യേശുക്രിസ്തു എന്ന മണവാളൻ തൻ്റെ നിർമ്മല കന്യകയായി നമ്മളെ ചേർക്കാൻ വരുമ്പോൾ നമ്മൾ കറയും ചുളുക്കമില്ലാത്തവരായി, നിഷ്കളങ്കരായി, ശുദ്ധയായി, നിർമ്മല കന്യകമാരായി അവൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ കാണിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനായി പ്രിയമുള്ളവരെ, ആ കൃഷിക്കാരനെ പോലെ നമുക്ക് പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. പിന്മഴയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ കാത്തിരിക്കണം പ്രിയമുള്ളവരെ? നമുക്ക് നമ്മളിലേക്കൊന്ന് നോക്കാം. നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? നമ്മളുടെ അവസ്ഥയാണ് കാണുന്നത്. എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ ദരിദ്രനാണ്, അരിഷ്ടനാണ്, നിർഭാഗ്യവാനാണ്, നഗ്നനാണ്, കുരുടനാണ്. എങ്ങനെ ഇത് മാറ്റാം? ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്താണ് ബുദ്ധി ഉപദേശം? നീ സമ്പന്നനാകേണ്ടതിന്, ഇപ്പോൾ നമ്മൾ ദരിദ്രനാണ്, സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നത
നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടെ ഉടുപ്പും, പിന്നെ നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മൾ പ്രാപിച്ചെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. അതിന് ദൈവം വാഗ്ദത്തം ചെയ്തത് ഒരു പിന്മഴയാണ്. ആ പിന്മഴ പ്രാപിക്കുവാൻ നമ്മളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ പാപങ്ങളെ കണ്ടുണർന്ന് ആ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവം നമുക്ക് ശക്തനാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ എല്ലാം ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഏറ്റുപറഞ്ഞ് ദൈവവചനം പഠിച്ച് ദൈവത്തെ അനുസരിച്ച് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമെങ്കിൽ നിശ്ചയമായും ആ പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയുടെ അനുഭവത്തെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തത് നിശ്ചയമായും ആ വാഗ്ദത്തം നമ്മളുടെ മേൽ ദൈവം നിറവേറ്റും. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം നിറവേറി കഴിയുമ്പോൾ നമ്മൾ എന്തായിരിക്കും? അതാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ 14-ഉം 15-ഉം വാക്യത്തിൽ കാണുന്നത്. പിന്നെ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക. എന്നിട്ട് എന്താ പറഞ്ഞത്? ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. നോക്കിക്കേ, അല്പം മുമ്പ് എന്തായിരുന്നു സ്ഥിതി? അത് അരിഷ്ടാവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം പറയുകയാണ്, അത് വിളഞ്ഞ് നല്ല ഫലമായി വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. ഇനി താമസിക്കേണ്ട കാര്യമില്ല, കൊയ്ത്തിന് സമയമായി, നമുക്ക് പോയി വിളവെടുപ്പ് നടക്കാം. നല്ല ഫലം കായ്ച്ച് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായി നീതീകരിക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിച്ച് ജയിക്കുന്ന വിശുദ്ധന്മാരെ മഹത്വീകരിക്കുവാൻ ഇതാ ദൈവം വരാൻ പോകുന്നു. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ മഹത്വീകരിക്കാൻ ഇതാ കടന്നു വരികയാണ്. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഇതാ വിളവ് വിളഞ്ഞിരിക്കുന്നു, വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു, ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു, പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ എത്തുവാൻ ഇടയായത് കരയും ചുളുക്കവും ഒന്നുമില്ലാത്ത നിർമ്മല കന്യകയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം, ആ സഭയ്ക്ക് നിൽപ്പാൻ കഴിഞ്ഞതിൻ്റെ കാരണം ആ പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയുടെ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതുവരെയും ആ പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയുടെ അനുഭവത്തെ വ്യക്തിപരമായി നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് ആ പിന്മഴയുടെ അനുഭവത്തെ തരും. അത് പ്രാപിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരു പിന്മഴ അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. ആ പിന്മഴയെ അവിടുന്ന് ഞങ്ങളുടെ മേൽ നൽകണമേ കർത്താവേ. ആ പിന്മഴയുടെ അനുഭവത്തോടു കൂടി ഞങ്ങൾ കർത്താവേ ഒരു നിർമ്മല കന്യകയായി അങ്ങയുടെ വരവെങ്കിൽ ആ വിളഞ്ഞ ഫലമുള്ളവരായി, വിളഞ്ഞുണങ്ങിയ ഫലമായിട്ട് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ യോഗ്യ അവസ്ഥയിൽ വരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുക. സ്തോത്രം. സകലതും അവിടുത്തെ നാമത്തിൽ തന്നെ. ആമേൻ. ഏവർക്കും ഏറ്റവും നല്ല ദിവസം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.